ഇന്നത്തെ അധ്യായത്തിൽ ഗുരുവായൂരപ്പൻ്റെ ഒരു കഥയാണ് പറയുന്നത്. ഗുരുവായൂരിൽ തന്നെയുള്ള ഒരു ബ്രാഹ്മണ കുടുംബമാണ് നെന്മിനി മന. നെന്മിനി മനയിലെ അച്ഛൻ നമ്പൂതിരിയായിരുന്നു ഒരിക്കൽ ഗുരുവായൂരിലെ മേൽശാന്തി. ഒരു ദിവസം അദ്ദേഹത്തിന് അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോകേണ്ടി വന്നു. സഹായിയായ കീഴ്ശാന്തിയും അന്ന് ക്ഷേത്രത്തിലുണ്ടായിരുന്നില്ല. ഭഗവാന്റെ പൂജ മുടങ്ങുമല്ലോ എന്നാലോചിച്ച് വിഷമിച്ച മേൽശാന്തി ഒടുവിൽ തൻ്റെ മകനായ ഉണ്ണി നമ്പൂതിരിയെ പൂജ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. പോകും മുമ്പ് മേൽശാന്തി ഉണ്ണി നമ്പൂതിരിക്ക് പൂജാവിധികളെല്ലാം പറഞ്ഞുകൊടുത്തു. ശ്രീകോവിലിനകത്ത് കയറിയ ഉണ്ണി മലരു നിവേദ്യവും ഉഷപൂജയുമെല്ലാം വിധി പോലെ ചെയ്തു. അപ്പോഴാണ് ഉണ്ണി അത് ശ്രദ്ധിച്ചത്. നിവേദ്യച്ചോറ് മുഴുവൻ അതുപോലെ തന്നെ ഇരിക്കുന്നു. ഉണ്ണി ആശങ്കാകുലനായി. തൻ്റെ പൂജ പിഴച്ചോ? ഭഗവാൻ നിവേദ്യം നേരിട്ടുണ്ണും എന്നായിരുന്നു അവൻ്റെ വിചാരം. പിന്നീട് അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഉപ്പുമാങ്ങയും സംഭാരവും കൊണ്ടുവരികയും അവ ചോറിൻ്റെ കൂടെ കൂട്ടിക്കുഴച്ചു വയ്ക്കുകയും ചെയ്തു. പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല. ഉണ്ണി പൊട്ടിക്കരഞ്ഞു. കുട്ടി കരയുന്നത് കണ്ട ഗുരുവായൂരപ്പൻ ഒടുവിൽ അവന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഉണ്ണിയുടെ കയ്യിൽ നിന്ന് ചോറ് മുഴുവൻ വാങ്ങി കഴിക്കുകയും ചെയ്തു. ഏറെ സന്തോഷിച്ചു പോയ ഉണ്ണി പക്ഷേ നട തുറക്കാനുള്ള സമയം കഴിഞ്ഞത് അറിഞ്ഞില്ല. സമയം കഴിഞ്ഞിട്ടും നട തുറക്കാത്തതിൽ ക്ഷേത്രത്തിലെ കഴുകക്കാരായ വാര്യരും മാരാരും ആശങ്ക പ്രകടിപ്പിച്ചു. ഉണ്ണിക്ക് വല്ലതും സംഭവിച്ചോ എന്നായിരുന്നു അവരുടെ ചിന്ത. എന്നാൽ തൊട്ടു പിന്നാലെ ഒഴിഞ്ഞ പൂജാപാത്രങ്ങളുമായി ഉണ്ണി പുറത്തെത്തി. പാത്രങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നത് കണ്ട വാര്യർക്ക് തനിക്ക് അവകാശപ്പെട്ട നിവേദ്യച്ചോറ് മുഴുവൻ ഉണ്ണി ഉണ്ടു തീർത്തു എന്ന് വിചാരമുണ്ടായി. അയാൾ അവനെ വിളിച്ചുകൊണ്ടു പോവുകയും കയ്യിലുണ്ടായിരുന്ന വടിയെടുത്ത് അടിക്കുകയും ചെയ്തു. താനല്ല, ഭഗവാനാണ് എല്ലാം കഴിച്ചതെന്ന് ഉണ്ണി ഒരുപാട് തവണ പറഞ്ഞെങ്കിലും വാര്യർ അത് അംഗീകരിച്ചില്ല. ഒരുപാട് തവണ അയാൾ ഉണ്ണിയെ തല്ലി. ഇതിനിടയിൽ മേൽശാന്തി മടങ്ങിയെത്തി. വാര്യരിൽ നിന്ന് വിവരമറിഞ്ഞ അദ്ദേഹവും ഉണ്ണിയെ തല്ലാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീകോവിലിൽ നിന്ന് ഒരു അശരീരി മുഴങ്ങിയത്. ഉണ്ണി പറഞ്ഞത് ശരിയാണെന്നും അതിനാൽ തല്ലേണ്ടത് തന്നെയാണെന്നുമായിരുന്നു ആ അശരീരി. കുറ്റബോധം താങ്ങാനാകാതെ മേൽശാന്തിയും വാര്യരും ശ്രീകോവിലിനു മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഗുരുവായൂരപ്പൻ്റെ ഈ അത്ഭുത കഥ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.